അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബിസിനസ്സും വേണം, പൈസ ഉണ്ടാക്കൊക്കെ വേണം, പക്ഷെ ആ ഓർമ്മ മറക്കരുത്. നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇവിടുന്ന് എന്റെ റൂമിലും എന്റെ നാട്ടിലെത്താൻ ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ പിടിക്കും. നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിലെത്താൻ 1/2 മണിക്കൂറും 10 മിനിറ്റൊക്കെ പിടിക്കും. പക്ഷെ ഈ ഇരുന്ന ഇരുത്തണ്ടല്ലോ, ഈ ഇരുന്ന ഇരുത്തിൽ നിന്ന് മണിയറയിലെത്താൻ എത്ര പിടിക്കും? 10-15 മിനിറ്റും അല്ലേ? അങ്ങനല്ലേ? പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് മണ്ണറയിലെത്താൻ 1 സെക്കൻഡ് വേണം. എന്റെ റൂമിലെത്താൻ 6.5 മണിക്കൂർ, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താൻ 10-15 മിനിറ്റ്. പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിന് പരലോകത്തെത്താൻ 1 സെക്കൻഡ് വേണ്ട. അങ്ങോട്ട് വലിച്ചത് കിട്ടാതിരുന്ന പേരങ്ങോട്ട് മാറി, പേര് മാറി. ആ മാറിയ പേര് തിരിച്ചു പിടിക്കാൻ നിന്റെ കോടികളാകുന്ന ആസ്തികൾ ചെലവഴിച്ചിട്ടും കാര്യമില്ല മനുഷ്യ. എങ്കിൽ ചിന്തിക്കണ്ടേ ആ രംഗത്തെ കുറിച്ച്, ആ പോക്കിനെ കുറിച്ച്. പിന്നെ ചിന്തിക്കണ്ടേ ആരാണ് ഇവിടെ സുഖമായി എന്നും ജീവിച്ചത്? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവേ അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാലാപ്പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ഞാൻ വിശേഷമന്ത്രി ആ പാട്ട് പാടട്ടോ, അല്ലാത്തൊന്നും പാടില്ല. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, പാട്ടുകൊണ്ടാണോ അതോ സംഭവങ്ങൾ പറഞ്ഞിട്ടാണോ ഇതൊന്നും തലയിൽ കയറുക എന്നറിയില്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഇവ കോമളന്മാരായ ചെറുപ്പക്കാരാ, ഇന്ന് നീ ആരോഗ്യവാനാണ് മോനെ, ഇന്ന് നീ ധീരനാണ് മോനെ, ഇന്ന് നീ മണിയറയിലാണ് മോനെ. പക്ഷെ നാളെ നീ അനാരോഗ്യത്തിന്റെ പടുകുഴിയിലാണ്, നാളെ നീ മണ്ണറയിലാണ്, നാളെ നീ ബലഹീനനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഓർമ്മ ഹൃദയത്തിലില്ലാത്തവന്റെ ജീവിതം പരാജയമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മന്നറാദ വഇലാ ഫൽ മൗതു യക്ഫീ. ആരെങ്കിലും എനിക്ക് എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു ഉപദേശകന് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് പിടിച്ച് നന്നാക്കുന്ന ഒരു ഉസ്താദിന് ആവശ്യമുണ്ടെന്ന് കരുതിയാൽ അവൻ അവന്റെ മരണത്തെ ഓർക്കട്ടെ, എന്നാൽ തന്നെയും അവൻ നന്നാകുമല്ലോ എന്നർത്ഥത്തിൽ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വലിയൊരു ചിന്തിക്കേണ്ട ഹദീസാണ്. എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരാൾ എനിക്ക് വേണം എന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ പുറത്തുനിന്ന് പ്രവാചകനെ കൊണ്ടുവരണ്ട, പിന്നെ കിടന്നിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, നാളെ ഞാൻ മരിക്കുമല്ലോ പഠിച്ചാൽ. ആ ചിന്ത ശരിക്കും ഹൃദയത്തിൽ കൊണ്ടാ പിന്നെ നിസ്കാരം കളാക്കൂല, പിന്നെ സിനിമ കാണൂല, പിന്നെ പലിശയായിട്ട് ബന്ധപ്പെടൂല, പിന്നെ വഞ്ചന നടത്തൂല, പിന്നെ സെക്സുമായി ബന്ധപ്പെടൂല, പിന്നെ ഗുണ്ടായി സംഘത്തിൽ പ്രവർത്തിക്കില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇതൊന്ന് ചിന്തിച്ചാൽ മതി. എന്ത്, ഞാൻ നാളെ എവിടെ പഠിച്ചോനെ? ഇന്ന് നേരം വെളുത്ത് ഞാൻ ഈ വാള് പറയുന്നതിനിടയിൽ ഞങ്ങളോട് ചോദിക്കല്ല, എന്നോട് ചോദിക്കട്ടെ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ മണിയറയിലേക്ക് മണ്ണറയിലേക്ക് എന്നുള്ളത് പറയാൻ വന്നാണല്ലോ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് മരിക്കണമെന്ന്? പോവാനുള്ള സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാത്തവനേക്കാളും വലിയ ബുദ്ധിയുണ്ടോ? നമുക്ക് പോവാനുള്ള സ്ഥലമാണ് അല്ലേ, നമ്മൾ പോയി കിടക്കുന്ന സ്ഥലമാണ്. ഏത് മണ്ണെടുത്തിട്ട് ആ മനുഷ്യനുണ്ടാക്കിയത് അവിടെ തന്നെയാണ് അവൻ മറവ് ചെയ്യപ്പെടുക. സ്ഥലം തെറ്റൂല, മനസ്സിലായ? നമ്മളെ ശരീരം ഉണ്ടാക്കിയത് മണ്ണെന്നാണ്. ഞാൻ ഇതിലാർക്കും സംശയമുണ്ടോ? ഈ ക്ലോണിംഗ് ഒക്കെ കണ്ടുപിടിച്ച യുഗത്തില്, കോശങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്ന യുഗത്തില് മനുഷ്യനുണ്ടായത് മണ്ണെന്നാന്ന് പറയുന്നത് ഇവരൊക്കെ ഇവിടെ വളപ്പില്ല റഹ്മാനെ. വേറെ എവിടെയും പോയി പറഞ്ഞോളി എന്ന് ആർക്കുള്ള അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയം തീർത്തരാം.
ക്ലോണിങ് യുഗമാണ്. അപ്പൊ കോശത്തിൽ നിന്നാണ് മനുഷ്യൻ പിറവിയെടുത്തത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ഈ കോശം എവിടുന്നാണ് കിട്ടിയത്? ഈ കോശം കിട്ടിയത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാണ്. മനുഷ്യന്റെ ശരീരം എവിടുന്നാണ് ഉണ്ടായത്? ശുക്ലത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്. ബീജം ഉണ്ടായത് എവിടുന്നാണ്? മജ്ജയിൽ നിന്നാണ്. മജ്ജ ഉണ്ടായത് എവിടുന്നാണ്? അസ്ഥിയിൽ നിന്നാണ്. അസ്ഥി ഉണ്ടായത് എവിടുന്നാണ്? മാംസത്തിൽ നിന്നാണ്. മാംസം ഉണ്ടായത് എവിടുന്നാണ്? മേധസ്സിൽ നിന്നാണ്. മേധസ് ഉണ്ടായത് എവിടുന്നാണ്? രക്തത്തിൽ നിന്നാണ്. രക്തം ഉണ്ടായത് എവിടുന്നാണ്? കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്. അത് ഉണ്ടായത് എവിടുന്നാണ്? മണ്ണെന്നാണ്. ഖുർആൻ ഒരിക്കലും തെറ്റില്ല. അത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഖുർആന്റെ ഒരു പോലും വ്യത്യാസം അതങ്ങനെ. മനുഷ്യന്റെ ബോഡി, ഈ ബോഡി അല്ലാഹു തആല മണ്ണെന്നാണ് ഉണ്ടാക്കിയത്. ഈ നമ്മുടെയൊക്കെ ശരീരത്തിന് വേണ്ടി പടച്ചവൻ തീരുമാനിച്ചത് ഏത് മണ്ണാണോ ആ മണ്ണിലെ നമ്മൾ മറമാടപ്പെടൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഉറപ്പായി ഇന്നലെ മരിച്ച അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന്റെ ബോഡി അല്ലാഹു തആല ഉണ്ടാക്കിയത് ഈ നാട്ടിലത്തെ മണ്ണെടുത്തിട്ടാണ്. കാരണം ഈ നാട്ടിലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശരീരം ഉണ്ടാക്കാൻ അല്ലാഹു തആല ഏത് മണ്ണാ തീരുമാനിച്ചത് അവിടെ നമ്മുടെ ഖബർ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കണം, മദീനയിലൂടെ പുന്നാര നബി ഒരു ദിവസം നടന്നു നീങ്ങുമ്പോൾ കുറച്ചാളുകൾ ഒരു ഖബർ കുഴിക്കുകയാണ്. ഈ ഖബർ കുഴിക്കുന്ന ആളുകളോടായി മുസ്തഫ നബി ചോദിച്ചു, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ ഒരുക്കുന്നത്? അവര് പറഞ്ഞു, ലി റജുലിൻ മിനൽ ഹബശ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു നീഗ്രോ മനുഷ്യന് വേണ്ടിയാണ് നബിയേ. മദീന ഒരു സ്ഥലത്തോടെ അല്ലാഹുവിന്റെ റസൂൽ നടക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകൾ കൂടിയിട്ട് ഖബർ കുഴിക്കുകയാണ്. മുസ്തഫ നബി ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടായി ഖബർ കുഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് കുഴിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തി മരിച്ച ഒരാൾക്ക് വേണ്ടി കുഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി ഇലൽ അർളില്ലതി ഖുലിഖ മിൻഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ പറയുകയാണ്, അവൻ പിറന്ന് ജനിച്ച് ജീവിച്ച മണ്ണിൽ നിന്ന് അവന്റെ ശരീരം ബോഡി ഉണ്ടാക്കാൻ അള്ളാഹു മണ്ണിനെ തെരഞ്ഞെടുത്ത ഭൂമിയിലേക്ക് മരിക്കാനായി പടച്ചോൻ അവനെ വലിച്ചു കൊണ്ടുവന്നുലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ മദീനയിൽ പോയിട്ടാണ് മരിക്കല്. കാരണം അവരുടെ ശരീരം ഉണ്ടാക്കിയത് മദീനയിലെ മണ്ണെടുത്തിട്ടാണ്. അൽഹംദുലില്ലാഹ്, മനുഷ്യ എന്റെയും നിന്റെയും ശരീരത്തിന് പടച്ചവൻ ഏത് പ്രവിശ്യയിലുള്ള മണ്ണെടുത്തിട്ടായി ബോഡി നിർമ്മിച്ചതെങ്കിൽ അവിടെയാണ് നമ്മുടെ മണ്ണറ എന്ന് പഠിപ്പിച്ചു പുണ്യപൂമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മണ്ണറെ കുറിച്ച് ചിന്തിക്കണം മോനെ, ഈ മണ്ണറെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പുന്നാര നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹൽ യുഹ്ശറു അഹദും മഅ ശുഹദാഇ, യാ റസൂലല്ലാഹ്, നബിയേ, നാളെ ശുഹദാക്കളുടെ കൂട്ടത്തില് ആർക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടോ നബിയേ? ഇതെല്ലാ പെണ്ണുങ്ങളും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്ക് ആർക്കും ഷഹീദാവാനുള്ള അവസ്ഥ പെടില്ല, യുദ്ധം ചെയ്യാനുള്ള അവസ്ഥ പെടില്ല. നമുക്കൊക്കെ ഹംസത്തുൽ ഖറാർ ഇരിക്കുന്ന സീറ്റിലൊന്നും പോയിരിക്കണ്ടേ? അല്ല, അതിന് ആഗ്രഹമില്ല. ഹംസത്തുൽ ഖറാർ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈപൊക്കിക്കാണ് ഞാനൊന്ന് കാണട്ടെ. ഇത്ര ആളുകളുള്ളോ ശ്രോതാക്കളെ കൂട്ടത്തിൽ ഇരിക്കാൻ പോലും